അക്സയ്ക്ക് വേണ്ടി, ബൈത്തുൽ മഖ്ദിസിന് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും സമർപ്പിച്ച്, സ്വന്തം സ്വത്തും സമ്പത്തും സകലതും സമർപ്പിച്ച് ഇസ്രായേൽ നിരന്തരം വർഷിച്ചുകൊണ്ടിരിക്കുന്ന തീബോംബുകളെ സന്തോഷപൂർവ്വം പുൽകിക്കൊണ്ട് ആ ഇസ്രായേലിനെതിരെ അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി, സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ഖിബ്ലയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകല പ്രവാചകന്മാരെയും അണിനിരയായി നിർത്തിയിട്ട് ഇമാമായി റസൂൽ നമസ്കരിച്ച മസ്ജിദുൽ അഖ്സയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം നമ്മളുടെ മുന്നിൽ നമ്മളെ സാക്ഷിയാക്കി നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ്: നിങ്ങൾ സന്നദ്ധരാണോ? ആധുനിക നെമ്രൂദുമാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരങ്ങളെ, അഗ്നിഗോളങ്ങളെ ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരാണോ? എന്താണ് നമ്മുടെ അവസ്ഥ? അവർ പറയുകയാണ്, അവർ അവരുടെ സകലതും നൽകിക്കൊള്ളാം, നിങ്ങൾ എന്താണ് ചെയ്യുക? നമ്മളോടുള്ള ചോദ്യമാണ്. ഇതേ ചോദ്യമാണ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉമ്മത്തിനോടാകമാനം. ഉമ്മത്തുകളുടെ നേതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഉമ്മത്തുകളുടെ നേതാവ്. സമുദായങ്ങൾ, ഒരു പ്രസ്ഥാനം, ഒരു സമുദായം, ഒരു സമൂഹം ഒരുമിച്ച് ചെയ്യേണ്ട കർമ്മങ്ങളഖിലവും ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് നമ്മളോട് ചോദിക്കുന്നുണ്ട്: നിങ്ങൾ സന്നദ്ധരാണോ? ഇത്രയും സേഫായി, ഈ പരീക്ഷണങ്ങളൊന്നും ഏറ്റുവാങ്ങാതെ ഇവിടെ ഇരുന്നു കൊണ്ട്, ഒരുപക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണമോ അതല്ലെങ്കിൽ അനുഗ്രഹമോ എന്ന് വേണം നമ്മൾ ഫലസ്തീന്റെ മണ്ണിൽ, നമ്മൾ ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്ത് ജനിക്കാതെ ഇരുന്നത്, അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണോ അനുഗ്രഹമാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾക്ക് അവർക്ക് വേണ്ടി നിരന്തരം നിത്യവും പ്രാർത്ഥിക്കുക എന്നതോടൊപ്പം ആ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സഹായിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളെയും ബഹിഷ്കരിക്കാൻ കൂടിയുള്ള ഒരു പ്രാപ്തി, അങ്ങനെ ഒരു ബാധ്യത കൂടി നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈദ് അതൊരു മടക്കമാണ്. സകലതിൽ നിന്നും വിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു ആഹ്വാനമാണ് ഓരോ ഈദും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ നാഥനിലേക്ക് മടങ്ങിയതിന്റെ, അവന്റെ നാഥനിലേക്ക് തിരിഞ്ഞു നിന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഇന്നിവിടെ ഈദ് ആഘോഷിക്കുന്നത്. നമ്മൾ ഈ സാഹചര്യത്തിൽ, ഈ നാട്ടിൽ നമ്മളും അത്രയ്ക്ക് സന്തോഷത്തിൽ, വലിയ സൗകര്യങ്ങളിൽ, അത്ര ആനന്ദത്തോടു കൂടിയല്ല, അങ്ങനെ ഒരു സാമൂഹിക ചുറ്റുപാടും സാമൂഹിക അന്തരീക്ഷവും അല്ല ഇന്ത്യയിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച്, ഇന്ത്യയിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഉള്ളത് എന്ന് നമുക്കറിയാം. മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അവരുടെ മുഴുവൻ ആവശ്യങ്ങളെയും അവരുടെ അവകാശങ്ങളെയും തച്ചുടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി സത്യവിശ്വാസികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇരന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപാണല്ലോ നമ്മൾ വഖഫ് സംരക്ഷണത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നത്.